Good morning, dears. Today we discuss about registration under GST. Who is to be registered under GST? Mandatory registration. ഏതൊക്കെ സ്ഥാപനങ്ങൾ, ഏതൊക്കെ ബിസിനസ്സുകൾ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം? ജനറലി GST ആക്ട് പറയുന്നത് 40 lakhs ടേൺ ഓവറാണ്. ഒരു ത്രസ്ഹോൾഡ് ലിമിറ്റായിട്ട് പറയുന്നത് 40 lakhs ടേൺ ഓവർ. ഒരു വർഷത്തിൽ 40 lakhs ടേൺ ഓവർ ഉണ്ടെങ്കിൽ such an institution is to be mandatory registered. നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം. ജനറലി 40 lakhs ആണ്. എന്നാൽ ചില സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകൾ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതാണ്. ആസ് പെർ GST ആക്ട് 11 states ആർ ദർ, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്. എന്നാൽ ഈ ഒരു പർപ്പസിന് വേണ്ടി ഈ 11 സ്റ്റേറ്റുകളെ തന്നെ വീണ്ടും രണ്ടായി തിരിക്കുന്നു, 7 and 4. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റായിട്ടുള്ള 11 സ്റ്റേറ്റുകളെ കൂട്ടത്തിൽ 7 സ്റ്റേറ്റുകൾക്ക് ഈ ത്രസ്ഹോൾഡ് ലിമിറ്റ്, മാൻഡേറ്ററി രജിസ്ട്രേഷൻ നടത്തിയിരിക്കേണ്ട ടേൺ ഓവറിൻ്റെ കണക്ക് 20 lakhs ആണ് പറയുന്നത്. ബാക്കിയുള്ള 4 സ്റ്റേറ്റ്സ് ഒന്നുകൂടെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് 4 സ്റ്റേറ്റുകളെ എടുത്തു പറയുന്നുണ്ട്. മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് ആൻഡ് ത്രിപുര. ഈ 4 സ്റ്റേറ്റുകൾക്ക് 10 lakhs ആണ്. ത്രസ്ഹോൾഡ് ലിമിറ്റായിട്ട് പറയുന്നത് 10 lakhs. ഓക്കെ, ഇതാണ് മാൻഡേറ്ററി രജിസ്ട്രേഷൻ നടത്തിയിരിക്കേണ്ട ടേൺ ഓവറിൻ്റെ ഒരു കണക്ക്. ഓക്കെ, ജനറലി 40 lakhs. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആകുമ്പോൾ 20 lakhs വരുന്നതുകൊണ്ട് 10 lakhs വരുന്നതുകൊണ്ട്. ഓക്കെ, ജനറലി രജിസ്ട്രേഷൻ ഈസ് ഡൺ 30 days prior to the commencement of business. എപ്പോഴാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്? അതിൻ്റെ സമയം, ടൈം ലിമിറ്റ് എപ്പോഴാണ്? പൊതുവെ 30 days prior to the commencement of business. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 30 days prior, 30 days മുമ്പെങ്കിലും രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം എന്നുള്ളതാണ്. ബട്ട് ഫോർ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആൻഡ് നോൺ റെസിഡൻറ്റ് it is 5 days. That is, casual taxable person as well as non-resident taxable persons should be registered prior to the 5 days prior to the commencement of business. 5 days prior to the commencement of business. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 5 ദിവസം മുമ്പ് രജിസ്റ്റർ ചെയ്താൽ മതിയാവും. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, അതുപോലെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ആരാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്? ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത ബിസിനസ്മാൻ, ബിസിനസ് സ്ഥാപനങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല, അതുപോലെ ഒരു കണ്ടിന്യൂസ് ബിസിനസ് അല്ല, ആ രൂപത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്നവരാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. അതേപോലെ നോൺ റെസിഡൻറ്റ് നിങ്ങൾക്കറിയാം, എൻ അസസി ഹൂ ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദ ബേസിക് കണ്ടീഷൻസ്. ഓൾറെഡി നമ്മൾ ഇൻകം ടാക്സിൽ പഠിച്ചതാണ്, അവിടെ പറഞ്ഞതാണ് ഹൂ ഈസ് നോൺ റെസിഡൻറ്റ്. ഇത്തരം നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസ്, ഇവരുടെ രജിസ്ട്രേഷൻ്റെ ടൈം പറയുന്നത് 5 days prior to the commencement of business ആണ്. ഓർമ്മിക്കുക, ജനറലി രജിസ്ട്രേഷൻ ഈസ് ഡൺ 30 days prior to the commencement of business. But in case of casual taxable person and non-resident taxable person, it is 5 days. ഓക്കെ, ഇനിയൊരു ടേം പറയാണ്, ഡീംഡ് രജിസ്ട്രേഷൻ. ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുള്ള വാക്കാണ് ഡീംഡ്. ഓക്കെ, ഡീംഡ് എന്ന വാക്ക് സെക്ഷൻ 26 പ്രകാരം
ഡീംഡ് രജിസ്ട്രേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 26 ആണ്. അപ്പോൺ കംപ്ലീഷൻ ഓഫ് 21 days ഓഫ് ആപ്ലിക്കേഷൻ ദ ആപ്ലിക്കൻ്റ് ഈസ് നോട്ട് റിസീവ്ഡ് എനി നോട്ടീസ് ഫ്രം ദ കൺസേൺഡ് ഓഫീസർ. നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. വി ആർ വെയിറ്റിംഗ് ടു ബി രജിസ്റ്റേർഡ്. എന്നാൽ upon completion of 21 days of application the applicant നമ്മൾ not received any notice from the concerned authority, concerned officer. നമുക്കതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. യു ഗെറ്റ് രജിസ്റ്റേർഡ് ഓർ നോട്ട് രജിസ്റ്റേർഡ്, ഒരു ഇൻഫർമേഷനും ഇല്ല, ഒരു നോട്ടീസും ആ വകയിൽ 21 days ആയിട്ടും 3 ആഴ്ച കഴിഞ്ഞു. വി ആർ വെയിറ്റിംഗ് ടു ബി രജിസ്റ്റേർഡ്. നമുക്കൊരു വിവരമില്ല, ഒരു നോട്ടീസും കൺസേൺഡ് അതോറിറ്റിയിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ ആവുമ്പോൾ യു ഗെറ്റ് രജിസ്റ്റേർഡ്. യു ആർ ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് ആസ് പെർ സെക്ഷൻ 26. ഡീംഡ് രജിസ്ട്രേഷൻ എന്നാണ് പറയാം. നമുക്ക് രജിസ്റ്റേർഡ് എന്നുള്ള നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല, നമ്മളെ അടുത്ത് പ്രൂഫൊന്നുമില്ല, എങ്കിലും നമ്മൾ രജിസ്റ്റേർഡ് ആണ്. ഓക്കെ, അതിനാണ് എന്ത് പറയുക, ഡീംഡ് രജിസ്ട്രേഷൻ എന്ന് പറയാം. ഓക്കെ, upon completion of 21 days of application the applicant is not received any notice from the concerned officer. അങ്ങനെയാവുമ്പോൾ the applicant is deemed to be registered. Clear? നമ്മൾ പറഞ്ഞല്ലോ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആൻഡ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. ഇവരുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻ പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 27. ഓക്കെ, ചില ഇമ്പോർട്ടൻ്റ് സെക്ഷനുകളാണ് പറയുന്നത്. ഇനി സെക്ഷൻ 28 എന്താണ്? അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷനിൽ അമെൻമെൻറ്റ് വരുത്തലാണ്. അവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഷാൾ ബി ഇൻഫോംഡ് വിത്തിൻ 15 days. ഇറ്റ് ഷാൾ ബി ഇൻഫോംഡ് വിത്തിൻ 15 days ടു ദ കൺസേൺഡ് അതോറിറ്റി, കൺസേൺഡ് ഓഫീസർ. രജിസ്ട്രേഷനിൽ അമെൻമെൻറ്റ് വരുത്തുകയാണെങ്കിൽ ഈ ഒരു കാര്യം വിത്തിൻ 15 days, 15 ദിവസത്തിനുള്ളിൽ കൺസേൺഡ് ഓഫീസറെ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് നിയമം. മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 29. എന്താണ് സെക്ഷൻ 29 പറയുന്നത്? റിവോക്കേഷൻ ഓർ ക്യാൻസലേഷൻ ഓർ സസ്പെൻഷൻ ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാണ്. റിവോക്ക് ചെയ്യുമ്പോൾ നേരത്തെ അമെൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ ഒരു ടൈം ലിമിറ്റ് ഇവിടെയും പറയുന്നുണ്ട്. ഇറ്റ് ഷാൾ ബി ഇൻഫോംഡ് വിത്തിൻ 30 days. അമെൻമെൻ്റ് ആണ് 15 days, മാറിപ്പോരുത്. അമെൻമെൻ്റ് ആണ് അറിയിച്ചിരിക്കേണ്ടത് വിത്തിൻ 15 days. എന്നാൽ റിവോക്കേഷൻ, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ആണെങ്കിലോ വിത്തിൻ 30 days. ഓക്കെ, എന്നുകൂടെ കൂട്ടി വായിക്കുക. ഇനി നമ്മൾ ഒരു പുതിയ ടേം പറയാണ്, സ്യൂ മോട്ടോ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് സ്യൂ മോട്ടോ രജിസ്ട്രേഷൻ. എന്താണ് ഈ സ്യൂ മോട്ടോ രജിസ്ട്രേഷൻ? എ പേഴ്സൺ ഹു ഈസ് ലാബിൾ ടു ബി രജിസ്റ്റേർഡ് ഫെയിൽഡ് ടു ഒബ്റ്റെയിൻ registration. Tax officials can generate a temporary ID. അങ്ങനെ വെറുതെ വിട്ട് കൊടുക്കരുതല്ലോ അല്ലേ. ഒരു ബിസിനസ് പേഴ്സൺ, ഒരു ടാക്സ് പെയർ ഹു ഈസ് ലാബിൾ ടു ബി രജിസ്റ്റേർഡ് ആസ് പെർ GST ലോ നിർബന്ധമായിട്ടും അയാൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ പറയുന്ന ത്രസ് ഹോൾഡ് ലിമിറ്റൊക്കെ ഉള്ള ആളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 40 lakhs, 20 lakhs, 10 lakhs എന്നൊക്കെ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. ഹി മസ്റ്റ് ആൻഡ് ഷുഡ് ബി രജിസ്റ്റേർഡ്. ഓക്കെ, എന്നാൽ അയാൾ രജിസ്ട്രേഷൻ ഫെയിലാവാണ്, ഫെയിൽഡ് ടു ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ. അങ്ങനെ ആകുമ്പോൾ ടാക്സ് ഒഫീഷ്യൽസ് എന്ത് ചെയ്യും? ഒരു ടെമ്പററി ID ഇയാൾക്ക് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഒരു ടെമ്പററി ID കൊടുക്കും. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, കാരണം അയാൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യത്തിൽ ഫെയിലായ ആളാണ്. സോ ഒരു ടെമ്പററി ID ടാക്സ് ഒഫീഷ്യൽസ് ഇയാൾക്ക് നൽകും. ആ ഒരു രജിസ്ട്രേഷനെയാണ് നമ്മൾ സ്യൂ മോട്ടോ രജിസ്ട്രേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
പിന്നെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ പാൻ മസ്റ്റാണ്. പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ പാൻ മസ്റ്റാണ്. എന്നാൽ നമ്മൾ സാധാരണ വ്യത്യസ്തമായി പറയാറുള്ള, വേറിട്ട് നിർത്താറുള്ള നോൺ റെസിഡൻറ്റ് ക്യാൻ യൂസ് എനി അതർ ഡോക്യുമെൻറ്റ്. മറ്റ് പ്രൂഫുകൾ ഉപയോഗിക്കാം. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ഹി ക്യാൻ യൂസ് എനി അതർ ഡോക്യുമെൻറ്റ്. പാൻ തന്നെ വേണമെന്നില്ല. അതുപോലെ മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ TDS കളക്ട് ചെയ്യുന്ന TDS ഓർ TCS അങ്ങനെയുള്ള ആളുകൾ, പേഴ്സൺ സബ്ജക്റ്റ് ടു TDS ക്യാൻ യൂസ് TAN. പാൻ പകരം ഇൻ ലിയോ ഓഫ് പാൻ ഹി ക്യാൻ യൂസ് TAN, TAN, TAN എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ. ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ, അതാണ് TAN. TDS കളക്ട് ചെയ്യാൻ ബാധ്യസ്ഥനായ ആളുകൾ യൂസ് ചെയ്യുന്ന കാർഡാണ് TAN എന്ന് പറയുക. TAN ഡോക്യുമെൻ്റ് TAN ആണ്. ഓക്കെ. ജനറലി രജിസ്ട്രേഷന് വേണ്ടത് പാൻ, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. ഓക്കെ. എന്നാൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിലോ, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഷുഡ് ഗെറ്റ് രജിസ്റ്റേർഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് ത്രസ്ഹോൾഡ് ലിമിറ്റ്. ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 40 lakhs, 20 lakhs, 10 lakhs അങ്ങനെയുള്ള ഒരു ത്രസ്ഹോൾഡ് ലിമിറ്റ് ഇല്ല. ടേൺ ഓവർ നോക്കുന്നില്ല. വട്ട് എവർ മേ ബി ഹിസ് ടേൺ ഓവർ, ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് ത്രസ്ഹോൾഡ് ലിമിറ്റ്, he should get registered, e-commerce operator. ഓക്കെ. എന്നാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്താ? എല്ലാത്തിനും ഒരു വാലിഡിറ്റി ഉണ്ടാവില്ലേ? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി പറയുന്നത് നോർമൽ കേസ് ജനറലി എന്താണ്, ടിൽ ഇറ്റ് ഈസ് ക്യാൻസൽഡ്, ക്യാൻസൽ ചെയ്യപ്പെടുന്നത് വരെ. എന്തെങ്കിലും കാരണത്താൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യപ്പെടുന്നത് വരെ അതിന് വാലിഡിറ്റി ഉണ്ട്. അല്ലാതെ ഇത്ര വർഷം, 5 years, 10 years അങ്ങനെയൊന്നും പറയുന്നില്ല. ടിൽ ഇറ്റ് ഈസ് ക്യാൻസൽഡ്, ദാറ്റ് ഈസ് ദ ആൻസർ. വാലിഡിറ്റി ചോദിക്കുകയാണെങ്കിൽ ജനറലി എന്താണ്, ടിൽ ഇറ്റ് ഈസ് ക്യാൻസൽഡ്. സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യപ്പെടുന്നത് വരെ അതിന് വാലിഡിറ്റി ഉണ്ട്. ഓക്കെ. എന്നാൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, അതുപോലെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ, ഇവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 90 days ആണ്. 90 days എന്നാണ് പറയുക. എങ്കിലും അതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ ചില കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസൊക്കെ ഇത്ര ദിവസത്തേക്കെന്ന് പറയും, പ്രത്യേകം ആപ്ലിക്കേഷനിൽ പറയും. ഫോർ 2 months എന്ന് പറയുകയാണെങ്കിൽ ആ 2 months വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. മാക്സിമം 90 days എന്നാണ് ഓർമ്മിക്കേണ്ടത്. ആ രൂപത്തിൽ മനസ്സിലാക്കണം. മാക്സിമം 90 days, അതിലപ്പുറം പോവില്ല. ഓക്കെ. ചിലപ്പോൾ അതിൽ കുറവായിരിക്കും. അവരുടെ പ്രൊജക്റ്റിൻ്റെ അവർ ആവശ്യപ്പെട്ട കാലാവധി 90 days കുറവാണെങ്കിൽ അത്രയും സമയം. വിച്ച് എവർ ഈസ് ലെസ് എന്നുള്ളതാണ്, വിച്ച് എവർ ഈസ് എർലിയർ. അപ്പോൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ, ഇവരുടെ കേസിൽ 90 days ആണെന്ന് ഓർമ്മിക്കുക. ഓക്കെ. കൃത്യമായ സമയപരിധിയുണ്ട്. ഇനി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അമെൻഡ് ചെയ്യുകയാണെങ്കിലോ, അമെൻമെൻറ്റ് ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നേരത്തെ പറഞ്ഞു, അമെൻമെൻറ്റ് നടത്തുകയാണെങ്കിൽ വിത്തിൻ 15 days കൺസേൺഡ് അതോറിറ്റിയെ അറിയിച്ചിരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ പറയുന്നത് ഈ അമെൻമെൻറ്റിൻ്റെ സിറ്റുവേഷൻസാണ്. എപ്പോഴൊക്കെയാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ അമെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. വെൻ ചേഞ്ച് ഇൻ നെയിം ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ, നേരത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരാളെ പേര് കൊടുത്തിട്ടുണ്ടാവില്ലേ, ഇന്നാളെ പേരിലാണെന്നുള്ള, അതിൽ മാറ്റം വരുമ്പോൾ, നെയിം ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ മാറ്റം വരുമ്പോൾ, അതുപോലെ ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിസിനസ്, ഓരോ ബിസിനസ്സിനും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവില്ലേ, ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുമ്പോൾ, അതേപോലെ കോമ്പോസിഷൻ സ്കീമിൽ നിന്നും നോർമൽ സ്കീമിലേക്ക് മാറുമ്പോൾ. കോമ്പോസിഷൻ സ്കീമിനെ കുറിച്ച് നമ്മൾ ശേഷം പറയും. കോമ്പോസിഷൻ സ്കീമുണ്ടല്ലോ, നോർമൽ സ്കീമുണ്ട്, കോമ്പോസിഷൻ സ്കീമുണ്ട്. ചില ആളുകൾക്ക് വേണമെങ്കിൽ, അതായത് പൊതുവെ ഈ സ്മോൾ ടാക്സ് പേയേഴ്സ് ഉണ്ടാവില്ലേ, ചെറിയ
ചെറുകിടക്കാർ, അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. അവിടെ ലിമിറ്റ് പറയുന്നത് 1.5 crore ബിലോ അപ് ടു 1.5 crore ടേൺ ഓവർ വരുന്ന ടാക്സ് പേയേഴ്സ്, രജിസ്റ്റേർഡ് പേഴ്സൺ, ഓർക്ക് വേണമെങ്കിൽ കോമ്പോസിഷൻ സ്കീം യൂസ് ചെയ്യാൻ പറ്റും. അതായത് 1, 2, 3 ബിസിനസ്സൊക്കെ ഉണ്ടാകുമ്പോൾ അത് കമ്പൈൻ ചെയ്തിട്ട് ടാക്സ് കൊടുക്കുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും ശേഷം. അതൊരു പ്രത്യേക വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. കോമ്പോസിഷൻ സ്കീമിനെ കുറിച്ച് അത് വിശദമായിട്ട് പറയേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ കോമ്പോസിഷൻ സ്കീമുള്ള ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏത് സമയത്തും നോർമൽ സ്കീമിലേക്ക് മാറാം. ഓക്കെ, അപ്പോൾ അവിടെയുള്ള നിയമങ്ങളൊക്കെ നമ്മൾ പറയും. കോമ്പോസിഷൻ സ്കീം പറയുമ്പോൾ അവിടെ നോർമൽ സ്കീമിലേക്ക് മാറുമ്പോൾ ഇയാൾക്ക് എന്തൊക്കെ അനുഭവിക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോൾ ഓർമ്മിക്കുക, അങ്ങനെ ഒരാൾ, ഒരു ടാക്സ് പെയർ കോമ്പോസിഷൻ സ്കീമിൽ നിന്നും നോർമൽ സ്കീമിലേക്ക് മാറിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഷുഡ് ബി അമെൻഡഡ്. ഓക്കെ എന്നോർമ്മിക്കുക. ക്യാൻസലേഷൻ ഓഫ് വോളണ്ടറി രജിസ്ട്രേഷൻ. ചിലപ്പോൾ രജിസ്ട്രേഷൻ ക്യാൻസലായിപ്പോവും. അതെങ്ങനെയാണ്? നോട്ട് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്തിൻ 6 months. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടും വിത്തിൻ 6 months, 6 മാസത്തിനുള്ളിൽ ബിസിനസ് തുടങ്ങിയില്ല. അതേപോലെ നോൺ ഫയലിംഗ് ഓഫ് റിട്ടേൺസ് ഫോർ 6 months, 6 മാസമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല. ഈ 6 months എന്ന് പറഞ്ഞല്ലോ റിട്ടേൺ ഫയൽ ചെയ്യാത്ത കേസ്. അത് ഇൻ കേസ് ഓഫ് കോമ്പോസിറ്റ് ഡീലർ 3 consecutive ടാക്സ് പീരീഡാണ്. ഇറ്റ് ഈസ് ഫോർ 3 consecutive ടാക്സ് പീരീഡ്. ആ 6 months എന്നുള്ളത് കോമ്പോസിറ്റ് ഡീലറുടെ കേസിൽ 3 consecutive ടാക്സ് പീരീഡ്, തുടരെ വരുന്ന 3 ടാക്സ് പീരീഡ് ഉണ്ടാവുമല്ലോ, ടാക്സ് അടക്കാനുള്ള ഡേറ്റ്. അപ്പോൾ ആ സമയത്ത് ആ 3 എണ്ണവും ഫെയിലാവാണ്, റിട്ടേൺ ഫയലിംഗ് ഫെയിലാവാണ്. അതാണ് കോമ്പോസിറ്റ് ഡീലറെ കുറിച്ച് ഉള്ള റൂള്. പൊതുവേ നോൺ ഫയലിംഗ് ഓഫ് റിട്ടേൺസ് ഫോർ 6 months. അതേപോലെ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുക. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ വോളണ്ടറി രജിസ്ട്രേഷൻ എന്താവും? ക്യാൻസലായിപ്പോവും. ഓക്കെ, അപ്പോൾ ഡിയേഴ്സ്, ഇത്രയാണ് രജിസ്ട്രേഷനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. ലെറ്റ് us see again with another topic in another video.